എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് 20-ാം തീയതി, ഡിസംബർ 20-ാം തീയതി നിഫ്റ്റിയും സെൻസെക്സും ഏകദേശം ഒട്ടുമിക്ക ഇൻഡെക്സുകളും നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഒട്ടുമിക്ക സ്റ്റോക്കുകളും നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ കുറവിനിടയിലും ചില സ്റ്റോക്കുകൾ വോളിയത്തോടുകൂടി ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റിന്റെ ഈ ഇടിവിലും നല്ല രീതിയിൽ കയറിയ കുറച്ച് സ്റ്റോക്കുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നാം പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യത്തെ സ്റ്റോക്ക് CL എഡ്യൂക്കേറ്റ്. ആദ്യത്തെ ഷെയർ CL എഡ്യൂക്കേറ്റഡ്. ഇന്ന് ഏകദേശം 13% അത് കയറിയിട്ടുള്ളൂ വിത്ത് വോളിയത്തോട്. ഇപ്പൊ നടക്കുന്ന ക്ലോസിംഗ് റേറ്റ് അതിന്റെ 102 രൂപ 70 പൈസയാണ്. അതിന്റെ ചാർട്ടിലേക്ക് നമുക്കൊന്ന് പോയാല് ഇതാണ് CL എഡ്യൂക്കേറ്റഡിന്റെ ചാർട്ട്. ഇവിടുത്തെ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ചെയ്തു. ഒരു 4 ക്യാൻഡിൽ വന്ന് റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ചെയ്യാൻ വന്നു. പക്ഷെ ബ്രേക്ക് ഔട്ട് ചെയ്യാൻ പറ്റിയില്ല. ചെറിയ മൂന്ന് ദിവസം ഒരു കൺസോളിഡേഷൻ ചെയ്തു. അതിനുശേഷം ഹൂജ് വോളിയത്തോടെ ഈ വോളിയം ഏകദേശം ഒരു 8 മാസത്തിന് ശേഷം വന്ന വോളിയം നന്നായിട്ട് കയറിപ്പോയി. നമ്മുടെ രണ്ടാമത്തെ നന്നായിട്ട് കയറിപ്പോയ ഷെയറാണ് വിമാർട്ട് റീറ്റെയിൽ. വിമാർട്ട് റീറ്റെയിലിന്റെ റേറ്റ് 1945 ഇന്നത്തെ ക്ലോസിംഗ് റേറ്റ്. 83 രൂപ എന്ന് കയറിയിട്ടുണ്ട്. ഏകദേശം 4% കയറിയിട്ടുണ്ട്. ഈ ഇടിവിനിടയിലും വിമാർട്ട് റീറ്റെയിൽ നല്ല രീതിയിൽ കയറി. ഇതാണ് വിമാർട്ട് റീറ്റെയിലിന്റെ ചാർട്ട്. നമ്മൾ ചാർട്ട് വ്യക്തമായിട്ട് നോക്കിയാൽ അറിയാൻ പറ്റും. ഇവിടെ ട്രെൻഡ് ലൈൻ വരച്ച ട്രെൻഡ് ലൈന് സപ്പോർട്ടും ഇവിടത്തെ ഈ ചെറിയ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 3-4 ദിവസമായിട്ട് നല്ല വോളിയം ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേ ഇന്ന് നല്ല രീതിയിൽ വോളിയത്തോടു കൂടിയാണ് കയറി പോയിട്ടുള്ളത്. ഏകദേശം ഇവിടെ ഈ റേഞ്ചിൽ 1945 റേഞ്ചിൽ ഒരു പ്രീവിയസ് റെസിസ്റ്റൻസ് ബ്രേക്ക് ആയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് മാർക്കറ്റ് താന്നത്. ആ പോയിന്റ് ഏകദേശം ടച്ച് ചെയ്ത് കയറി നിൽക്കുന്നത് 1945 റേഞ്ച്. അടുത്ത് ഇന്ന് നല്ല രീതിയിൽ കയറിയ ഷെയറാണ് ഓർട്ടിൻ ലബോറട്ടറീസ്. ഇന്നത്തെ റേറ്റ് 23 രൂപ 65 പൈസ. ഏകദേശം 10% ഇന്ന് കയറിയിട്ടുള്ളൂ. 10% ഇന്ന് ഈ മാർക്കറ്റിൽ കയറിപ്പോയ ഷെയറാണ് ഓർട്ടിൻ ലബോറട്ടറി. ഓർട്ടിൻ ലബോറട്ടറിയുടെ ചാർട്ട് നമ്മൾ നോക്കിയാൽ അറിയാം. ഇതാണ് ഓർട്ടിൻ ലബോറട്ടറി. ഈ റെസിസ്റ്റൻസ് നമുക്ക് വ്യക്തമായിട്ട് 22 രൂപയിലുണ്ടായ റെസിസ്റ്റൻസ് വിത്ത് വോളിയത്തോടുകൂടി കയറിയിട്ടുണ്ട്. വിത്ത് നല്ല രീതിയിൽ വോളിയം ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഷെയർ ഇന്ന് കയറിയിട്ടുള്ള മറ്റൊരു ഷെയറാണ് ക്യാപിറ്റൽ ട്രസ്റ്റ് ലിമിറ്റഡ്. 113 രൂപയുടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 15% ഇന്ന് കയറിയിട്ടുള്ളത്. 15% ഈ ഇടിഞ്ഞ മാർക്കറ്റിലും ഇത് കയറി. ഇതാണ് ക്യാപിറ്റൽ ട്രസ്റ്റിന്റെ ചാർട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ചെയ്തു വിത്ത് വോളിയം കണ്ടു. ഇവിടെ നന്നായിട്ട് വോളിയം ഉണ്ട്. ഇവിടെ വോളിയത്തോടുകൂടി ഇത് കയറിയിട്ടുണ്ടായിരുന്നു പ്രീവിയസ് ഏകദേശം ഒരു ആഗസ്റ്റ് മാസം. അതിനുശേഷം ഒരു കൺസോളിഡേഷൻ റേഞ്ചിലാണ് നടന്നത്. ഒരു 92 112 റേഞ്ചിലാണ് ഇത് നടന്നത്. 112ഉം 92 റേഞ്ചിലും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഉള്ളിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ചെയ്ത് നിൽക്കുകയാണ്. അടുത്തത് കയറിയ മറ്റൊരു ഷെയറാണ് വോൾട്ടാസ് ലിമിറ്റഡ്. ഏകദേശം 928 ഇന്നത്തെ ക്ലോസ് റേറ്റ്. 3% ആണ് ഇന്ന് കയറിയത്. 3% ഇന്ന് കയറി. വോൾട്ടാസിന്റെ ചാർട്ട് നമ്മൾ നോക്കിയാൽ അറിയാം. പ്രീവിയസ് റെസിസ്റ്റൻസ് വ്യക്തമായിട്ട് ബ്രേക്ക് ചെയ്തിട്ട് കയറി വിത്ത് വോളിയം. 2-3 ദിവസമായിട്ട് വോളിയം നന്നായിട്ട് കയറിയിട്ടുണ്ട്. അടുത്തതായി കയറിയ മറ്റൊരു ഷെയറാണ് വിജയ ഡയഗ്നോസ്റ്റിക്സ്. അത് ഏകദേശം 674 രൂപയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇന്ന് 7% കയറിയിട്ടുള്ളൂ. 7%. ഇതാണ് വിജയ ഡയഗ്നോസ്റ്റിക്സിന്റെ ചാർട്ട്. ഇവിടെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ പ്രീവിയസ് റെസിസ്റ്റൻസ്, ഇവിടെ റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് പോയെങ്കിലും ഇത് ക്ലോസിംഗ് റേറ്റ് റെസിസ്റ്റൻസിന്റെ മുകളിലായിട്ടില്ല. ഇന്നാണ് ക്ലോസിംഗ് റേറ്റ് റെസിസ്റ്റൻസിന്റെ മുകളിലായത്. വലിയൊരു ഗ്രീൻ ക്യാൻഡിലോട് വിത്ത് വോളിയത്തോടുകൂടി ഇവിടെ നന്നായിട്ട് വോളിയം ജനറേറ്റ് ഉണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ ഇവിടെ നന്നായിട്ട് വോളിയം ജനറേറ്റ് ചെയ്തിട്ടുണ്ട്.
ഒരു കൺസോളിഡേഷൻ റേഞ്ച് തന്നെ ആയിരുന്നു ഇത്. ഏകദേശം 580 ഏകദേശം 650 റേഞ്ചിൽ ഒരു കൺസോളിഡേഷൻ ആയിരുന്നു. ഇത്ര വരെ കയറി പിന്നെ ഇവിടെ വന്നു, പിന്നെ ഒരു കൺസോളിഡേഷൻ. ആ റേഞ്ചാണ് ഇന്ന് ബ്രേക്ക് ചെയ്തിട്ട് പോയിട്ടുള്ളത്. അപ്പൊ ഇത്രയുമാണ് ഈ 6 ഷെയർസ് ആണ് ഇന്ന് ഈ തകർന്ന മാർക്കറ്റിലും ഇന്ന് പിടിച്ചു നിന്ന തലകൊമ്പന്മാരായിട്ട് നിൽക്കുന്ന ഷെയർസ്. ഇതൊരു വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ട് നമുക്ക് നോക്കാം ഇതിന്റെ പ്രകടനം വരും ദിവസങ്ങളിൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അപ്പൊ ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.